ഹലോ ഗൈസ്, വെൽക്കം ടു സൈഡ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. ക്ലീൻ ചെയ്യാൻ പോവാണ് ഗൈസ്. സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒരു മാസമായിട്ടോ സ്റ്റഡി ടേബിൾ ശരിക്കും പറഞ്ഞാൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് പുതിയ സ്റ്റഡി ടേബിളായിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ സ്റ്റഡി ടേബിൾ ആദ്യം തുടയ്ക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം തുടച്ചിട്ട് പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റാണ് കേട്ടോ. അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ആ ഇരിക്കുന്ന എല്ലാ ഓർഗനൈസറിനെയും തുടച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ ഇതാണ്. ഒരു ബ്ലൂ കളറുള്ളൊരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ധനുഷ് എന്നാണ്. ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചെയറും കൂടി ഒന്ന് നന്നായി തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആകെ എനിക്കൊരു വലിപ്പമേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു വലിപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ ഒരു വലിപ്പമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിടാണേ. എനിക്ക് അത് ഒക്കെ അവിടെയൊക്കെ തുടച്ച് പേപ്പർ എടുത്തിട്ട്, പേപ്പറിന് ഒരു കുഴപ്പമില്ല. ഞാൻ പേപ്പർ മാറ്റാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പേപ്പറിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്തിനാ മാറ്റുന്നതെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ നന്നായി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് പേപ്പർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഫയലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി എഴുതി വെച്ചിരിക്കുകയാണ്. സ്കൂളിലേക്ക് കുറേ ഫയലും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒരു സ്പോഞ്ച് പെയിൻറ്റിങ്ങിന് വേണ്ടി ഡിക്ഷണറി, പഠിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് വന്ന് ഒരു വേർഡിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഒരു ക്യൂബാണ്, ഏതോ കാലത്തൊരു ക്യൂബാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പേപ്പർ എടുക്കുകയാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ആദ്യം വിചാരിച്ചത് വേറെ പേപ്പർ ഇടണം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, വേറെ പേപ്പർ എടുത്തിരുന്നതെന്ന് വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ നന്നായി തുടച്ചിട്ടു. അത്യാവശ്യം സ്പേഷ്യലുള്ള വലിപ്പമാണ്. ഞാൻ കുറച്ചേ പുറത്തേക്ക് നീക്കിയിട്ടുള്ളൂ. അതാണ് നിങ്ങൾക്ക് ചെറിയൊരു വലിപ്പം പോലെ ആയിരിക്കും തോന്നുക. അപ്പോൾ അവിടെയൊക്കെ നന്നായി തുടച്ചു. എൻ്റെ ഏതോ ഒരു പഴയ പാൻറ്റായിരുന്നു കേട്ടോ അത്. എനിക്കിപ്പോൾ ഭയങ്കര ലൂസായപ്പോൾ പിന്നെ ഞാനത് സ്റ്റഡി ടേബിളിന് എടുത്തു. പിന്നെ ഒരു ബ്ലൂ കളറാണല്ലോ സ്റ്റഡി ടേബിളും ബ്ലൂ കളർ, പാൻറ്റും ബ്ലൂ കളർ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നന്നായി തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വൈറ്റ് ബോർഡ് മേലെ ഉള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ പഠിക്കാനായിട്ട്. സ്റ്റഡി ടേബിൾ തൊട്ട് മേലെ തന്നെ വൈറ്റ് ബോർഡാണ്. അപ്പോൾ നല്ല സുഖമാണ് ഇപ്പോൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അത്രയും സ്പേസാണ് എൻ്റെ ഇതിനുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ പേപ്പറൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജേർണലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ജേർണൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള 8 ജേർണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. യൂട്യൂബിലെല്ലാവരും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഫയൽസും ഞാൻ എടുത്തേക്കാണ്. നെയിം സ്ലിപ്പൊക്കെ ഓരോ ഫയലിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് ഒക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ പഴയ ഫയലിൽ ഞാൻ എൻ്റെ എ4 ഷീറ്റ്സും കാര്യങ്ങളും പിന്നെ വരച്ചത്, നെയിം സ്ലിപ്പ്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. എ4 ഷീറ്റ് നമുക്ക് പെട്ടെന്ന് വേണ്ടി വരുമല്ലോ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ സ്പോഞ്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുത്തു. പെയിൻറ്റിങ്ങിന് പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഏത് തരം വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഉറപ്പായും ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. അപ്പോൾ അത് എൻ്റെ ബോക്സും പൗച്ചുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നും എനിക്ക് ആവശ്യമുണ്ടല്ലോ, പൗച്ചല്ല ബോക്സ് ആവശ്യമുണ്ട്. ഓരോന്നിൽ എനിക്ക് ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഉള്ള കാരണം പെൻസിൽ, വാട്ടർ കളറൊക്കെ കൊണ്ടുപോകാൻ പൗച്ച് ബോക്സൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ സ്കൂളിൽ കൊണ്ടുപോയത്. ഇന്നലെ അല്ല, ഐ മീൻ വെള്ളിയാഴ്ചയാണ്. ഞാൻ ഇന്ന് ബുധനാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. സ്കൂൾ കുറേ ദിവസമായിട്ട് മുടക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാണ് കേട്ടോ ഞാൻ. അതൊക്കെ എൻ്റെ ഇതിൻ്റെ ഓർഗനൈസറിൻ്റെ ഉള്ളിൽ വെക്കാൻ. തൽക്കാലം ഇപ്പോൾ എല്ലാം എടുത്തിട്ടില്ല പൗച്ചിൽ നിന്ന്. അതെന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എല്ലാം എടുത്തിട്ടില്ല, എന്തായാലും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ പിന്നെ എടുത്തിട്ട് പിന്നെ എടുത്ത് വയ്ക്കുക തന്നെ വേണ്ടിയിട്ട് വരും. പിന്നെ ഇതൊരു സിപ്പ് ബാഗ് പൗച്ച് എന്ന് പറഞ്ഞതാണ് കേട്ടോ, ഈ പിങ്ക് ഇപ്പം ഞാൻ കാണിച്ചത്. അപ്പോൾ അത് അവിടെ ഇടയിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അത് ഈ ചെറിയ ഷീറ്റുകളൊക്കെ വെക്കാൻ നല്ലതാണ്. പിന്നെ ഇതിൽ എൻ്റെ കളർ പെൻസിൽസ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സ്റ്റഡി ടേബിളുമ്പോൾ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വരയ്ക്കാനായിട്ട് എടുക്കാമല്ലോ. ഇതാണ് എനിക്ക് ഷെയ്ഡിങ് പെൻസിൽ വെക്കാനായിട്ട്. ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലത്തെ ബോക്സാണ്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതാകുമ്പോൾ കിട്ടണതൊക്കെ വെച്ചിട്ട് അതിൽ ഓരോന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ റെഡ് ഒരെണ്ണമുണ്ട്, അത് വെച്ചു. പിന്നെ ഇതെൻ്റെ കാൽക്കുലേറ്ററൊക്കെ ഉള്ള ഒരു ബോക്സാണ്. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ കൊണ്ടുപോകാറ് സ്കൂളിൽ. പിന്നെ പരീക്ഷ ഏകാരാണ് പൗച്ച് കൊണ്ടുപോകണത്. അപ്പോൾ ഇത് എൻ്റെ വാട്ടർ കളർ. എനിക്ക് സത്യം പറഞ്ഞായിരുന്നു ക്ലാസ്, പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ബോക്സ്,
അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡിക്ഷണറി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി എനിക്കൊരു ടാപ്പ് വെക്കണം, ഡബിൾ ടാപ്പ് വെക്കണം, അങ്ങനത്തെ ഇതൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാപ്ലറിൻ്റെ ആ ഒരു സംഭവം നമുക്ക് എപ്പോഴും വേണമല്ലോ പ്രൊജക്റ്റിന് സ്റ്റാപ്ലർ ആവശ്യമുണ്ടല്ലോ. അപ്പം അതിന് അത് തീർന്ന പെട്ടെന്ന് എടുക്കണ്ടേ. ഞാൻ ജേർണൽ ചെയ്ത് കുറച്ച് കാണിച്ചു തരും. ജേർണലൊന്നും ചെയ്ത് കുറച്ച് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇതിൽ. കണ്ടോ, ഞാൻ ചെയ്തതാണ്. അപ്പോൾ വലിയ രസമൊന്നുമില്ല എനിക്കറിയാം, ഞാൻ ചെയ്ത് പഠിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയണ്ട, കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 ഡയറി ഉണ്ട്, അപ്പോൾ ഞാൻ 2 അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാനേ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ജേർണൽ ചെയ്തത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു ഫെവിക്കോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് സ്കൂളിൽ പറഞ്ഞ ആവശ്യമുള്ള സംഭവം തന്നെയാണ്. അതും അതിൻ്റെ ഉള്ളിൽ വെച്ച്. പിന്നെ ഇത് ഞാൻ ജേർണലിന് വേണ്ടി ഹോം മെയ്ഡായി ഉണ്ടാക്കിയ സാധനങ്ങൾ, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വെച്ചപ്പോൾ പിന്നെ അത് കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചില്ല. അപ്പോൾ ഇത്രയ്ക്ക് ആക്കി ഞാൻ നിറച്ച് കൂട്ടിയിട്ടു ഒരു കീച്ചനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുമ്മ. പിന്നെ എൻ്റെ ഓർഗനൈസറിൽ കിടക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. 2 ഭാഗത്തും 2 മുഖമായിട്ട് ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ സ്കെയിലും ഇഷ്ടപ്പെട്ട പേനയും പെൻസിലൊക്കെ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ് വലിയ സ്കെയിൽ പരീക്ഷയ്ക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതെൻ്റെ പഴയ ഒരു സ്കെയിലാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ വരയ്ക്കാനായിട്ട്. അത് കാരണം പെയിൻറ്റൊക്കെ ആയിട്ടുണ്ട് ആ സ്കെയിലുമ്മ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സ്കെയിലാണ് കേട്ടോ. ഇത് ഇങ്ങനെ നന്നായി കളിക്കാനും പസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ പസിൽ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അതിലത്തെ ഒരു വട്ടം അതെന്താണെന്നറിയില്ല പോരുന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കളിക്കുമ്പോൾ മാത്രം എടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇതെൻ്റെ പഴയൊരു സ്കെയിൽ, ഹാർട്ട് ഷേപ്പും സ്റ്റാർ ഷേപ്പൊക്കെ ഉള്ളതുണ്ട്. ഇതാണ് ഞാൻ സ്കൂളിൽ സ്ഥിരം കൊണ്ടുപോകുന്ന സ്കെയിൽ കേട്ടോ. ഞാൻ ഇപ്പോൾ വെച്ചത് 15 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ എൻ്റെ ഫേവററ്റ് പെന്നുകളൊക്കെ വെക്കുമെന്ന് പറഞ്ഞല്ലോ. ഇത് ഒന്ന് കുടപ്പേന, ഇത് 10 എണ്ണം ഒറ്റ ഇതിലായിട്ട് പ്രൊജക്റ്റിനൊക്കെ യൂസ് ചെയ്യാമല്ലോ പല കളർ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അത് തന്നെ യൂണിക്കോൺ ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം, അത് ഞാൻ പേന അത് ഉള്ളിൽ വെച്ചു. പിന്നെ ഈ എല്ലാവരുടെ കയ്യിലുള്ള ഒരു പേനയാണിത്, ഇങ്ങനെ അങ്ങോട്ട് കുലുക്കിയിരുന്ന പേന. പിന്നെ ഒരു പെൻസിൽ അങ്ങോട്ട് മാറ്റി കുത്തുന്ന പെൻസിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പേനയും എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവാൻ വഴിയുള്ള പേനയാണിത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഫേവററ്റ് പേനയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പെർമനൻറ്റ് മാർക്കർ ബ്ലൂവും ബ്ലാക്കും വെച്ച്, പിന്നെ ഹൈലൈറ്റർ ഓറഞ്ചും പിങ്കും ഹൈലൈറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലിറ്റർ പെന്ന് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് 3 എണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ ഗ്ലിറ്റർ പെന്ന്. ബ്ലൂ, റെഡ്, പിന്നെ ഗോൾഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്ലിറ്റർ പെന്ന്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രൊജക്റ്റിന് വേണ്ടി എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ എൻ്റെ 2 പെൻസിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, അത് അതിലിട്ട് കൊടുത്തു. പിന്നെ പേന, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയും. അപ്പം അതൊക്കെ വയ്ക്കുന്നുണ്ട്. CD മാർക്കർ, പിന്നെ സ്റ്റാപ്ലർ, അത് ഞാൻ ഇപ്പുറത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാപ്ലറൊക്കെ വെച്ചു. പിന്നെ പേനയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. മാർക്കറൊക്കെ ഒരു ഗ്രീൻ മാർക്കർ, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ CD മാർക്കർ അതിൻ്റെ ഉള്ളിൽ വെച്ച്. കോമ്പസ് അതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ പേന വെച്ചു. പിന്നെ ഇതിൻ്റെ മൂടി എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത് വെക്കാന്ന് വെച്ചിട്ട് വെച്ചതാണേ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച്. പിന്നെ കോമ്പസ്, അപ്പോൾ അത് വെക്കണം. പിന്നെ ഒരു കത്തി പോലത്തെ സംഭവമാണ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സംഭവമാണ് ക്രാഫ്റ്റിനായിട്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവിടെ വെച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് അതിൻ്റെ ഇടയിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ അവിടെ വെച്ചു. ആ ഓർഗനൈസർ സെറ്റായി. പിന്നെ ഈ ഒരു ഓർഗനൈസറാണ് എൻ്റെ സ്കെച്ച് പെന്ന്, സ്കെച്ചൊക്കെ ഇട്ടേക്കാനായിട്ടുള്ളൊരു ഓർഗനൈസറാണേ. ഒരു റെഡ് കളറാണ്, ബ്ലൂ ഞാൻ തേടിയതാണ്, പക്ഷെ ബ്ലൂ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു സ്കെച്ച് സെറ്റൊക്കെ വെക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്റ്റ് തന്നെയാണ് ഇതൊക്കെ ഫ്രണ്ടിൽ വെക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ ഒരു പോസിറ്റീവ് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ഞാൻ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വേറെ ഉണ്ടാക്കിയ ഓർഗനൈസറാണ് കേട്ടോ. അപ്പം കണ്ണും ഇതൊക്കെ ഞാൻ എപ്പോഴും വരച്ചു കൊടുക്കും ഓർഗനൈസർ. അപ്പോൾ വൈറ്റ് ബോർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ മാർക്കറാണ് അതിൽ ഉള്ളിലിട്ടിരിക്കുന്നത്. പിന്നെ ഒരു സിസറും വെച്ച്, അപ്പോൾ അതിന് വേണ്ടി വേറെ ഓർഗനൈസർ. അപ്പോൾ അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ബോർഡ് ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖമാണ്. പിന്നെ എൻ്റെ ഒരു ടൈം പീസ് അലാറം വെക്കാൻ പറ്റൂട്ടില്ല. അപ്പോൾ രാവിലെ എനിക്കാൻ സുഖമാണ്. അപ്പോൾ ഇത് ടൈം പീസ്. അപ്പോൾ ഒരു ബ്ലൂ കളർ ടൈം പീസ് തന്നെയാണ് വാങ്ങിയത്. സ്റ്റേറ്റ് ടേബിൾ മാച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ നടുക്കാണ് കേട്ടോ, സ്റ്റേറ്റ് ടേബിളിൽ നടുക്കാണ് ടൈം പീസ് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ എനിക്ക് അവിടെ വെക്കുമ്പോൾ എന്തോ നല്ല രസമായിട്ട് തോന്നി. പിന്നെ അവിടെ കൊണ്ടുപോയി വെച്ച്. പിന്നെ എൻ്റെ ഒരു റേസർ ഉണ്ട്. എനിക്ക് എന്താ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ പെൻസിലുകൊണ്ട് മാർജിൻ തെറ്റാണെങ്കിൽ അത് മായ്ക്കാനായിട്ട് ഒരു റേസർ, ഒരു ലിപ്സ്റ്റിക്ക് പോലത്തെ ഒരു റേസറാണ്. അപ്പോൾ ഞാൻ അത് മാച്ചാണ് എൻ്റെ സ്റ്റേറ്റ് ടേബിളിന്, ബ്ലൂ അല്ലേ. പിന്നെ ഒരു ഇതുണ്ട് കട്ടർ, അത് ബ്ലൂ കിട്ടിയില്ല. അപ്പോൾ പിങ്ക് ഞാൻ അവിടെ എടുത്ത് വെച്ചു. പിന്നെ ഇത് എനിക്ക് A4 ഷീറ്റ് എന്താ വരയ്ക്കുമ്പോഴൊക്കെ പറന്നു പോകാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ മേലെ വെക്കാനായിട്ട് എടുത്ത ഒരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ള
അമ്മയുടെ എനിക്ക് കിട്ടിയിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി എങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. വൈറ്റ് ബോർഡ് മുകളിൽ തന്നെ. അപ്പോൾ അത് നല്ല സുഖമാണ്. പിന്നെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് അവിടെ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഓർഗനൈസ് ചെയ്തതൊക്കെ കാണിച്ചു തരാം. ഇതേ കണ്ടോ, അത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ ഞാൻ ഫുള്ളായിട്ടൊക്കെ ഇന്ന് കാണിച്ചു തരാം, ഞാൻ ഓർഗനൈസ് ചെയ്തതൊക്കെ. ഇതേ കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓർഗനൈസ് ചെയ്തപ്പോൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോഴേക്കും ബൈ.